തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസ് കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതിയാണ് എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നൊരു പരിപാടിക്കിടെ ആക്സിഡൻറ്റ് പറ്റുന്നതും ദീർഘകാലം ആശുപത്രിയിൽ കിടക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളാണ് ഉമാ തോമസ് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലെ പരിപാടിയായ നേരെ ചൊവ്വയിൽ ഒരു ഇൻ്റർവ്യൂ അവർ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ കൂടെ ആ പരിപാടിയിൽ പങ്കെടുത്ത സംസ്ഥാന സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ വീഡിയോ കേൾപ്പിക്കുന്നില്ല. അതിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്: കൊച്ചിയിൽ നൃത്ത പരിപാടിക്കിടെ വീണപ്പോൾ പലരുടെയും സമീപനം അഴയിലിട്ട തുണി താഴെ വീണ പോലെയായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. മാത്രമല്ല, സാംസ്കാരിക മന്ത്രി സംസ്കാരമുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന രീതിയിലും ഒരു ഡയലോഗ് ഉമാ തോമസ് ആ പരിപാടിക്കിടെ മനോരമയുടെ മാനേജിംഗ് എഡിറ്ററായ ജോണി ലുക്കോസുമായിട്ടുള്ള ആ അഭിമുഖത്തിനിടെ പറയുന്നുണ്ട്. മനോരമയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോണി ലുക്കോസുമായിട്ടുള്ള ആ അഭിമുഖത്തിനിടെ അവർ ആ കാര്യം പറയുന്നുണ്ട്. സാംസ്കാരിക മന്ത്രി കൂടി പങ്കെടുത്ത പരിപാടിക്കകത്തായിരുന്നു ഉമാ തോമസ് പങ്കെടുത്തത്. ആ പരിപാടി വെച്ചാണ് അവർക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ആ പരിപാടിക്കെതിരെയും ആ പരിപാടി സംഘാടകരെതിരെയും സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് വലിയ അന്വേഷണമായിരുന്നു. ആ സമയത്തുള്ള സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റി അവിടുന്ന് ഉടനെ തന്നെയാണ് ഉമാ തോമസിനെ കൊച്ചിയിലെ റിനായ് മെഡിസിറ്റിയിലേക്ക് മാറ്റിയത്. അവിടേക്ക് മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നു. രണ്ട് ഫേസ് പോസ്റ്റ് വെച്ച് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായി തന്നെ പറയാം. മാത്രമല്ല, അന്ന് ആ പരിപാടിക്ക് ശേഷം ആലപ്പുഴ വെച്ച് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ മന്ത്രി പങ്കെടുത്തതുമില്ല. കാരണം ഉമാ തോമസിന് ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആണ് എന്നറിഞ്ഞതുകൊണ്ട് എം.എൽ.എ. മന്ത്രിമാരോടൊക്കെ അങ്ങോട്ട് പോയതുകൊണ്ട് ആലപ്പുഴയിൽ മന്ത്രിക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും സാധിച്ചു. അതുപോലെ മാറ്റിവെച്ചിട്ടാണ് മന്ത്രി എറണാകുളത്ത് നിന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് സജി ചെറിയാൻ തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ആ സമയത്ത് ഇട്ട 2 പോസ്റ്റുകൾ വായിക്കാം. ആ 2 പോസ്റ്റുകൾ വായിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ 30-ാം തീയതിയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീമതി ഉമാ തോമസ് ചികിത്സയിൽ കഴിയുന്ന റിനായ് മെഡിസിറ്റി ആശുപത്രി സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ കൂടെ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഈ അത്യാഹിതം സംഭവിച്ചത്. ഞങ്ങൾ വേദിയിലിരിക്കുന്ന ഭാഗത്തേക്ക് വരവെയാണ് ദുഃഖകരമായ അപകടം സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുകയും ഡോക്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഗുരുതരാവസ്ഥയിലും കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ള നിലയിലുമായിരുന്നു. ഇന്ന് വീണ്ടും ആശുപത്രിയിലെത്തി ആരോഗ്യ പ്രവർത്തകരുമായും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധുക്കളുമായും സംസാരിച്ചു. അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും ആരോഗ്യനിലയിൽ ആശ്വാസകരമായ പുരോഗതിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുമുണ്ട്. എത്രയും വേഗം തന്നെ ആരോഗ്യനില മെച്ചപ്പെട്ട് ശ്രീമതി ഉമാ തോമസ് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നാണ് മന്ത്രി കുറിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 29-ാം തീയതി അത്യാഹിതം നടന്നതിന് ശേഷം മന്ത്രി ആശുപത്രിയിൽ എത്തിയിരുന്നു. അപ്പോൾ തന്നെ എത്തിയിരുന്നു. മാത്രവുമല്ല, ഡിസംബർ 30-ാം തീയതി വീണ്ടും മന്ത്രി അവിടെ ചെന്നിരുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രൂപീകരിക്കുക, ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക. ആ മെഡിക്കൽ ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ് പിന്നെ ചികിത്സ നടന്നത്. ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉമാ തോമസിനെ നേരിട്ട് ആശുപത്രിയിൽ പോയി കണ്ടതുമാണ്. അതിൻ്റെ വിഷ്വലുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മന്ത്രി ഇടപെട്ടില്ല, മന്ത്രി അങ്ങോട്ട് വന്നില്ല എന്ന് ഉമാ തോമസ് പറഞ്ഞത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അവർ അറിയാത്തതാണോ എന്നൊരു ചോദ്യമുണ്ട്. ആയിരിക്കാം. അല്ലെ പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമായി തന്നെ ഇടപെട്ടതാണ്. മാത്രമല്ല, ജനുവരി 11-ാം തീയതിയിൽ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. മന്ത്രി ഈ സംഭവം നടന്നിട്ട് വീണ്ടും ഫോളോ അപ്പ് വരെ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഉമാ തോമസിൻ്റെ ആരോഗ്യ പുരോഗതി എങ്ങനെയുണ്ടെന്നറിയാൻ വീണ്ടും പോയിരുന്നു. അത് ജനുവരി 11-ാം തീയതിയിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനായിട്ട് പറയുന്നുണ്ട്. മകനുമായി സംസാരിക്കുന്ന ഒരു ചിത്രം കൂടി സഹിതം പങ്കുവച്ചാണ് മന്ത്രി ഈ കാര്യം വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ മന്ത്രി വീണ്ടും അന്വേഷിച്ച് പോയിരുന്നു. ശ്രീമതി ഉമാ തോമസ് എം.എൽ.എ. ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. നിലവിൽ ആരോഗ്യനില വളരെ പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് മകൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരുന്നു. എത്രയും വേഗം ഡിസ്ചാർജായി സാധാരണ നിലയിലേക്ക് തിരികെ എത്തട്ടെ എന്നാണ് മന്ത്രി അവിടെ കുറിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടന്ന് ആശുപത്രിയിലെ ഒരു 12 ദിവസം കഴിഞ്ഞിട്ട് മന്ത്രി വീണ്ടും പോയിരുന്നു, അന്വേഷിച്ചിരുന്നു. അത്രമാത്രം സീരിയസ് ആയിട്ട് മന്ത്രി കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ മാത്രമാണ് മന്ത്രി അവിടെ പോയത്. മന്ത്രി സജി ചെറിയാൻ ആരോഗ്യമന്ത്രിയല്ല, സാംസ്കാരിക മന്ത്രി മാത്രമാണ്. അതിന് ആരോഗ്യപരമായിട്ടും മെഡിക്കലായിട്ടും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ നിന്ന് അദ്ദേഹം പോയിരുന്നു. അപ്പോൾ പിന്നെ മന്ത്രി ഇടപെട്ടില്ല, മന്ത്രിക്ക് സംസ്കാരം കാണിച്ചില്ല എന്ന് ഉമാ തോമസ് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. എന്തൊക്കെയായാലും ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കണ്ട പോലെ ഇത് സജി ചെറിയാൻ ചോദിച്ച് മേടിച്ചാണ്. കൃത്യമായി ഇടപെട്ട ഒരു മന്ത്രി സജി ചെറിയാനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ച് മേടിച്ചാണെന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. മാത്രമല്ല, ചെങ്ങന്നൂരിലെ നിവാസികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പാലിയേറ്റീവ് കെയർ പോലെ മറ്റ് ഒരുപാട് ആരോഗ്യപരമായ
സംഭവങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് സജിചരൻ. അത് അദ്ദേഹം MLA ആകുന്നതിന് മുൻപേ തന്നെയുള്ള കാര്യമാണ്. മാത്രമല്ല ആർക്കെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ മുണ്ട് മടക്കി ആ രംഗത്തോട്ട് നേരിട്ടിറങ്ങുന്ന വ്യക്തി കൂടിയാണ് സജിചരൻ. 2018 ഫ്ലഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്രിയാത്മകമായിരുന്നു. അപ്പോൾ ഒരാൾക്കൊരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടാതിരിക്കുന്ന വ്യക്തിയല്ല സജിചരൻ, മാത്രമല്ല ഇടപെട്ടതുമാണ്. ഇടപെട്ടതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്, ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ ഉമാ തോമസ് ഇങ്ങനെ പറയണമായിരുന്നോ എന്നാണ് ചോദ്യം. നന്ദികേട് എന്ന വാക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്നില്ല. എന്തായാലും സൈബർ ഇടങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകർ, ഇടതുപക്ഷ അനുഭാവികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഉമാ തോമസ് കോൺഗ്രസ്സുകാരിയാണെന്ന് വീണ്ടും തെളിയിച്ചു. അത് മാത്രമേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. അതും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ടാവും. എന്തൊക്കെയായാലും ഉമാ തോമസ് സജിചരനെ കുറിച്ച് പറഞ്ഞ കാര്യം വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ. സജിചരൻ വേറെ ആരല്ല, സജിചരൻ അവിടെ വ്യക്തമായി ഇടപെട്ടിരുന്നു. മാത്രമല്ല അതിനുശേഷം പിന്നെ പരിപാടി കണ്ടിന്യൂ ചെയ്തു. ആ കണ്ടിന്യൂ ചെയ്തതിൽ കുഴപ്പമില്ല എന്നാണ് ആ ഇൻ്റർവ്യൂവിനകത്ത് ഉമാ തോമസ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സജിചരൻ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, അതും അനുഭാവപൂർണ്ണമായിട്ട് അവിടെ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ. എന്തായാലും ഇതിന് മറുപടി പറയാൻ വേണ്ടി സജിചരൻ വരുമോ എന്ന കാര്യം അറിയത്തില്ല. എന്തായാലും മറുപടി പറയാൻ സാധ്യതയില്ല, അതിൻ്റെ വഴിക്ക് വിടാനായിരിക്കും സാധ്യത. പക്ഷേ എന്നിരുന്നാൽ പോലും സജിചരൻ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്കും ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.